നിലവിൽ ക്ലാസ്സുകളെല്ലാം തന്നെ ഓൺലൈനായിട്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതെല്ലാം എത്രത്തോളം സ്റ്റുഡൻസിന് മനസ്സിലാവുന്നുണ്ട് എന്നറിയാൻ ഒരു പരീക്ഷ നടത്തുക എന്നൊരു മാർഗ്ഗം മാത്രമേ മുന്നിലുള്ളൂ. ഈ ഒരു അവസ്ഥയിൽ പരീക്ഷ നടത്തുവാൻ ടീച്ചേഴ്സിന് ഉപയോഗിക്കാവുന്ന തികച്ചും സിമ്പിളായ ഒരു പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ ഫോം. ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു പ്ലാറ്റ്ഫോം എങ്ങനെ പരീക്ഷ നടത്തുവാൻ ഉപയോഗിക്കാം, അതുപോലെ തന്നെ അതിൽ ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ടതായ ചില ഇമ്പോർട്ടൻറ്റ് ടിപ്സുമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഗൂഗിൾ ഫോം നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഈ ഒരു പ്ലാറ്റ്ഫോം ആക്സസ് ചെയ്യാനായിട്ട് നിങ്ങൾക്കിവിടെ റൈറ്റ് സൈഡിൽ ഒരു 9 ഡോട്ട്സിൻ്റെ ഒരു ഐക്കൺ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കിവിടെ ഡ്രൈവിൻ്റെ ഒരു ഐക്കൺ കാണും, അത് സെലക്ട് ചെയ്യുക. കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ ന്യൂ എന്നൊരു ഓപ്ഷൻ കാണാം, ലെഫ്റ്റ് സൈഡിൽ ആ ന്യൂ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അത് കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ മോർ എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ഗൂഗിൾ ഫോംസ് ഉണ്ട്. ഗൂഗിൾ ഫോംസ് എന്നുള്ള ഓപ്ഷനിൽ നമുക്കിവിടെ ബ്ലാങ്ക് ഫോം സെലക്ട് ചെയ്യാം. ഇതിലിവിടെ നമ്മുടെ എക്സാമിൻ്റെ നെയിം, അതുപോലെ തന്നെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഇൻഫോർമേഷൻസ്, ബേസിക് ഇൻഫോർമേഷൻസ് എല്ലാം ഇവിടെ ഡിസ്ക്രിപ്ഷൻ എന്നുള്ള ഏരിയയിൽ ആഡ് ചെയ്യാവുന്നതാണ്. ദെൻ 1 by 1 ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസും ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട, ഈ ഗൂഗിൾ ഫോം യൂസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഇതുപോലെ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇവിടെ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാം ടോപ്പ് റൈറ്റ് സൈഡിൽ. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ ജനറൽ ആയിട്ടുള്ള കുറേ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ നമുക്ക് കുറച്ച് ജനറൽ സെറ്റിങ്സ് ഇവിടെ കാണാം. അതിൽ ഇമെയിൽ അഡ്രസ്സ് കളക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എപ്പോഴും സെലക്ട് ചെയ്ത് വയ്ക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ അവർ സബ്മിറ്റ് ചെയ്യുന്ന റെസ്പോൺസുകൾ അവരുടെ ഇമെയിൽ അഡ്രസ്സിലേക്ക് തന്നെ നമുക്ക് അയച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയുള്ള ഒരു കമ്മ്യൂണിക്കേഷന് എളുപ്പം ഉണ്ടാവും ഈ ഒരു രീതി ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അതിലിവിടെ റെസ്പോൺസ് റെസിപ്റ്റ് കൂടെ ആഡ് ചെയ്യാം. അതായത് അവർ ചെയ്തു വെച്ചേക്കുന്ന അല്ലെങ്കിൽ അവർ ഈ എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷം അവർ ചെയ്തേക്കുന്ന റെസ്പോൺസുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അവർ ഏതൊക്കെ രീതിയിലാണ് ആൻസർ ചെയ്തേക്കുന്നതെന്ന് അവർക്കറിയാൻ വേണ്ടിയിട്ട് അവർക്കത് അയച്ചു കൊടുക്കാനുള്ളൊരു രീതിയാണ്. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് അവർക്ക് അവരുടെ ഒരു റെസിപ്റ്റ് കിട്ടുന്നതായിരിക്കും, അവർ ചെയ്ത എക്സാമിൻ്റെ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്ത എക്സാമിൻ്റെ. അതിനുശേഷം താഴെ ഇവിടെ റിക്വയർഡ് സൈൻ ഇൻ എന്നൊരു ഓപ്ഷൻ കാണാം. അത് ലിമിറ്റ് ടു 1 റെസ്പോൺസ് എന്നുള്ളത് പ്രത്യേകം ചെക്ക് ചെയ്യാൻ നോക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് ചെക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് തന്നെ പലതവണ അത് ചെയ്യാൻ അല്ലെങ്കിൽ സെയിം ടെസ്റ്റ് തന്നെ പിന്നെയും ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ ആ മെയിൽ അഡ്രസ്സ് ഉപയോഗിച്ച് അവർക്ക് ഒരു തവണ മാത്രമായിരിക്കും ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുക. അതിന് താഴെ ഇവിടെ എഡിറ്റ് ആഫ്റ്റർ സബ്മിറ്റ് എന്നൊരു ഓപ്ഷനുണ്ട്, അത് ചെക്ക് ചെയ്യാതിരിക്കുക. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും അവർ എഡിറ്റ് ചെയ്തതിന് ശേഷം പിന്നെയും സബ്മിറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അത്തരത്തിൽ ഒന്നിൽ കൂടുതൽ തവണ സബ്മിഷൻ വരാം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഓപ്ഷൻസ് സെലക്ട് ചെയ്യാതിരിക്കുക. അതിനുശേഷം നമുക്കിവിടെ പ്രസൻറ്റേഷൻ, അതായത് ഈ പറയുന്ന ഫോം ഏത് രീതിയിലാണ് അതിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെയാണ്. താഴെ ഇവിടെ ഒരു പ്രോഗ്രസ് ബാർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതായത് എത്ര പേജസ് ഉണ്ടോ അതിൻ്റെ ഒരു പ്രോഗ്രസ് ഇവിടെ കാണിക്കും. അതുപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ഓർഡർ വേണമെങ്കിൽ ഷഫിൾ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കൺഫർമേഷൻ മെസ്സേജ് അവർ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഒരു കൺഫർമേഷൻ മെസ്സേജ് അതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടം. ഇവിടെ മൂന്നാമത്തെ സെറ്റിംഗ് എന്ന് പറയുന്നത് ക്വിസസ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ നിങ്ങളിവിടെ മേക്ക് ദിസ് എ ക്വിസ് എന്നുള്ള ഓപ്ഷൻ ആദ്യം തന്നെ സെലക്ട് ചെയ്ത് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്കവിടെ ഗ്രേഡിംഗ് പോലുള്ള അല്ലെങ്കിൽ മാർക്ക് ചെയ്യാൻ ഈ ഓരോ ക്വസ്റ്റ്യനും ഇന്ന മാർക്ക് എന്നുള്ള ഒരു അവസ്ഥ നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു രീതി അവിടേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു മേക്ക് ദിസ് എ ക്വിസ് എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാം, റിലീസ് ഗ്രേഡ് എന്നൊക്കെ. അതിപ്പോൾ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഈച്ച് സബ്മിഷൻ എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു സബ്മിഷൻ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഈച്ച് സബ്മിഷൻ എന്നുള്ള കാര്യം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതല്ല നിങ്ങൾ മാനുവലി ചെക്ക് ചെയ്യാനാണ് അല്ലെങ്കിൽ മാനുവലി അധ്യാപകർക്ക് ചെക്ക് ചെയ്യാനാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലേറ്റർ ആഫ്റ്റർ മാനുവൽ റിവ്യൂ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാം, അത് സെലക്ട് ചെയ്യാം. ഇനിയിപ്പോൾ താഴെ ഇവിടെ മിസ്ഡ് ക്വസ്റ്റ്യൻസ്, കറക്റ്റ് ആൻസേഴ്സ്, പോയിന്റ് വാല്യൂസ് എന്നൊക്കെ പറയുന്ന ഓപ്ഷൻസ് ഉണ്ട്. അതായത് മിസ്ഡ് ക്വസ്റ്റ്യൻസ്, അതായത് ഈ റെസ്പോണ്ടൻസ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് അവർ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുള്ള ഓപ്ഷൻസ് ഇത് ചെക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് വിസിബിൾ ആയിരിക്കും. കറക്റ്റ് ആൻസേഴ്സ് പരമാവധി എക്സാമുകൾക്ക് നമ്മൾ യൂഷ്വലി പ്രൊവൈഡ് ചെയ്യാറില്ല. ഇനിയിപ്പോൾ അത്തരത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കറക്റ്റ് ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെക്ക് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ പോയിന്റ് വാല്യൂസ് ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്ക് വീതമാണ് അല്ലെങ്കിൽ എത്ര പോയിൻറ്റ്സ് വീതമാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പോയിന്റ് വാല്യൂസ് എന്നുള്ളൊരു കാര്യം. അതും നമുക്ക് ആവശ്യമെങ്കിൽ ചെക്ക് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെയാണ് ബേസിക്കലി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ഗൂഗിൾ ഫോമിൻ്റെ സെറ്റിങ്സിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഇത്തരത്തിൽ ബേസിക് സെറ്റിങ്സ് എല്ലാം നമ്മൾ സേവ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഫോമിന് റീനെയിം ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ ആഡ് ചെയ്യാം. ദെൻ നമ്മളവിടെ ഇമെയിൽ അഡ്രസ്സ് കളക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഈ ഫോമിലേക്ക് ഇമെയിൽ അഡ്രസ്സ് എന്നൊരു ഓപ്ഷൻ വരും. അതിനുശേഷം നമുക്കിവിടെ സ്റ്റുഡൻസിൻ്റെ നെയിമാണ് കൊണ്ടുവരേണ്ടതെന്നുള്ളതിൽ ഇവിടെ നെയിം എന്ന് എൻ്റർ ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഇത് റിക്വയർഡ്, അതായത് ഏത് വിദ്യാർത്ഥിയാണ് ഇത് അപ്ലോഡ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ഏത് വിദ്യാർത്ഥിയാണ് ഇത് അറ്റൻഡ് ചെയ്തേക്കണമെന്ന് നമുക്കറിയാൻ നെയിമോടെ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിൽ അത് റിക്വയർഡ് എന്നൊരു ഓപ്ഷൻ ആക്കി വയ്ക്കുക. അപ്പോൾ ഈ ഒരു റെഡ് സ്റ്റാർ അതിൻ്റെ മുകളിലേക്ക് വരും. ഇവിടെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് പോലെ, അതായത് ആ വിദ്യാർത്ഥിക്ക് പറഞ്ഞ രീതിയിൽ നെയിമോടെ ആഡ് ചെയ്യാതെ ഈ ഒരു എക്സാം സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, അതായത് ഇപ്പോൾ ഇതൊരു സെക്ഷനായി. ഇനിയിപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് റോൾ നമ്പറും അതുപോലുള്ള ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ്.
അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാം. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ ഈ സാമ്പിൾ ഫോമിൽ ഈ പറയുന്ന 2 കാര്യങ്ങൾ മാത്രമാണ് ഫ്രണ്ട് പേജിൽ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഈ സെക്ഷൻ ബ്രേക്ക് ചെയ്യുകയാണ്. ഇവിടെ സെക്ഷൻ ആഡ് സെക്ഷൻ എന്നൊരു ഓപ്ഷൻ കാണാം, അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് രണ്ട് സെക്ഷനായിട്ട് മാറുന്നതായിരിക്കും. അപ്പോൾ ആ രീതിയിൽ രണ്ടാമത്തെ സെക്ഷനിലാണ് ഞാൻ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ സെക്ഷനിൽ ഇവിടെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻസ് എൻ്റർ ചെയ്യാം. അതിനുശേഷം ഈ പറയുന്ന ക്വസ്റ്റ്യൻ മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. ഇവിടെ ഡിഫോൾട്ടായിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് എന്നാണ് കിടക്കുന്നത്. നമുക്കത് പാരഗ്രാഫ് അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ അല്ലെങ്കിൽ ചെക്ക് ബോക്സസ് അതുപോലെയൊക്കെ നമുക്ക് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് അല്ലെങ്കിൽ ആവശ്യമനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഇവിടെ മൾട്ടിപ്പിൾ ചോയ്സ് ആകുമ്പോഴത്തേക്കും നമ്മൾ ഓരോ ഓപ്ഷൻസ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ ആൻസർ കീ എന്നൊരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കൊടുത്തേക്കുന്ന ചോദ്യത്തിനുള്ള കറക്റ്റ് ആൻസർ ഏതാണെന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ പിന്നീട് ഈ പറയുന്ന ആൻസർ വാല്യൂ ചെയ്യാൻ നേരത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന റെസ്പോൺസ് നമുക്ക് വാല്യൂ ചെയ്യാൻ നേരത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ രീതിയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എത്ര പോയിൻ്റാണ് അല്ലെങ്കിൽ ആ ഒരു ആൻസറിന് എത്ര പോയിൻറ്റ്സാണ് എത്ര മാർക്സാണ് സ്റ്റുഡൻസിന് കിട്ടണം എന്നുള്ള രീതിയിൽ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. 1 or 2 അത് നമ്മുടെ ഇഷ്ടം, അതേത് രീതിയിലാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇൻ കേസ് കുറേ ടേബിൾസോ അല്ലെങ്കിൽ ഗ്രാഫോ ഡയഗ്രോ ഒക്കെ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇമേജ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് കൊടുക്കാം. അപ്പോൾ ആ രീതിയിൽ അവർ ആൻസർ ചെയ്യുമ്പോഴത്തേക്കും നമുക്കവിടെ മൾട്ടിപ്പിൾ ചോയ്സ് ആൻസേഴ്സ് ആയിരിക്കില്ല. നമുക്കവിടെ ഫയൽ അപ്ലോഡ് എന്നൊരു ഓപ്ഷൻ കാണാം. ഫയൽ അപ്ലോഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ കുറച്ച് ഓപ്ഷൻസ് ആയിരിക്കും ഇവിടെ വിസിബിൾ ആവുക. അതിൻ്റെ അത് ഇവിടെ അലോ ഓൺലി സ്പെസിഫിക് ഫയൽ ടൈപ്സ് എന്നൊക്കെ കാണാം. അതായത് ഇപ്പോൾ PDF ആയിട്ട് വേണോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഓരോന്നും കാര്യങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ അത്തരത്തിൽ സ്പെസിഫിക് ആയിട്ട് പറയേണ്ട കാര്യമില്ല. നമുക്ക് ഒരു ഫോട്ടോ ആയിട്ടാണോ അല്ലെങ്കിൽ PDF ആയിട്ടാണോ നമ്മൾ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആക്കുകയല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ ഡിസേബിൾ ആയിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഏത് രീതിയിലുള്ള ഫയൽസ് ആണെങ്കിലും അവർക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതിൽ എത്ര നമ്പർ ഓഫ് ഫയൽസ് വേണം, അതിന് മാക്സിമം എത്ര MB വരെ ആവാം, അതുപോലുള്ള അതായത് ഈ ഒരു ഫോമിന് 1 GB വരെ അക്സെപ്റ്റ് ചെയ്യാവുന്നൊരു ഓപ്ഷനുണ്ട്. ആ രീതിയിലും നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് കൊടുക്കാം. അല്ലെങ്കിൽ ഇത്തരത്തിൽ അവർ ഇമേജസ് ആയിട്ടോ അല്ലെങ്കിൽ PDF ഒക്കെ ആയിട്ട് അവരുടെ ആൻസേഴ്സ് അവർക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്കിവിടെ റിക്വയർഡ് എന്നുള്ള ഓപ്ഷൻ കാണാം. അത് എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ ആളുകളും അല്ലെങ്കിൽ എല്ലാ സ്റ്റുഡൻസും ഇത് ചെയ്യാറില്ല അല്ലെങ്കിൽ അതിനുള്ള ആൻസർ ചെയ്യാറില്ല. അപ്പോൾ ആ രീതിയിൽ നമുക്ക് റിക്വയർഡ് എന്നൊരു ഓപ്ഷൻ അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ ഏതെങ്കിലും ഇതുപോലെ റിക്വയർഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാതെയാണ് അല്ലെങ്കിൽ അതൊന്നും ചെയ്യാതെയാണ് മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാതെയാണ് മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ ഫോം സബ്മിറ്റ് ആവാതെ വരും. അപ്പോൾ ആ രീതിയിൽ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിനൊന്നും ഈ റിക്വയർഡ് എന്നൊരു ഓപ്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എങ്ങനെയാണ് ഏതൊക്കെ രീതിയിലാണ് ഈ ഗൂഗിൾ ഫോമിലേക്ക് നമുക്ക് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ ഒരു ഫോം എപ്പോഴത്തേക്കാണ് അല്ലെങ്കിൽ ഇതിനൊരു എൻഡിങ് ടൈം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ എത്ര നേരം വരെയാണ് എക്സാം നമ്മൾ നേരത്തെ പറയുന്നുണ്ടാവുമല്ലോ. അതിനുശേഷം ഈ പറയുന്ന സ്റ്റുഡൻസിന് ഇതിലേക്ക് ആൻസേഴ്സ് സബ്മിറ്റ് ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ നമുക്ക് അവരെ റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ളൊരു കാര്യം കൂടെ ചെയ്ത് നോക്കാനുണ്ട്. അല്ലെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് ഈ പറയുന്ന ടൈം കൊടുത്ത് നമുക്ക് ഇതുപോലുള്ള ഓൺലൈൻ എക്സാംസ് നടത്താൻ സാധ്യമല്ല. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന ഇവിടെ റെസ്പോൺസ് എന്നുള്ള ഓപ്ഷൻസ് കാണാം. അതിലിവിടെ അക്സെപ്റ്റിംഗ് റെസ്പോൺസസ് എന്നുള്ളത് നമുക്കിവിടെ അൺചെക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പറയുന്ന ഫോം ആരുടെയൊക്കെ കയ്യിലുണ്ടോ അല്ലെങ്കിൽ ആ ലിങ്ക് ഉപയോഗിച്ച് ആരുടെയൊക്കെ കയ്യിൽ ആ ലിങ്ക് ഉണ്ടോ അവർക്കൊന്നും പിന്നീട് ഇതിലേക്ക് റെസ്പോൺസസ് അയക്കാൻ സാധിക്കുന്നതല്ല. നമുക്ക് ഈ കിട്ടുന്ന റെസ്പോൺസുകളെല്ലാം നമുക്കിവിടെ ഒരു സ്പ്രെഡ് ഷീറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇതുപോലൊരു എക്സൽ ഷീറ്റിലേക്കായിരിക്കും ഈ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഈ പറയുന്ന രീതിയിൽ അറ്റൻഡ് ചെയ്യുന്ന ആൻസേഴ്സ് എല്ലാം കൂടി സേവ് ആവുക. അതുപോലെ തന്നെ നമുക്ക് ഇമേജസ് ആയിട്ടാണ് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഇതുപോലെ അറ്റൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആൻസേഴ്സ് അറ്റൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ ഡ്രൈവ് ഓപ്ഷനിൽ അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവിലായിരിക്കും സ്റ്റോർ ആവുക. അതൊരു ഫോൾഡറായിട്ട് സ്റ്റോർ ആവുന്നതായിരിക്കും. നമുക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന രീതിയിലായിരിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ഞാനിവിടെ ഓൾറെഡി പറഞ്ഞു, ഈ പറഞ്ഞ നോട്ട് അക്സെപ്റ്റിംഗ് റെസ്പോൺസസ് എന്നുള്ള ഓപ്ഷൻ ആക്കി അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫോമിലേക്ക് പിന്നീട് സബ്മിഷൻസ് ഒന്നും വരില്ല എന്ന്. അപ്പോൾ ഇത് നമുക്ക് എപ്പോഴും ഇതുപോലെ മാനുവലി ഈ പറയുന്ന ഓപ്ഷൻ ഡിസേബിൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്യാം. അതായത് ഇന്ന സമയത്തേക്ക് കറക്റ്റ് ഈ ഒരു ഫോം ഇതുപോലെ റെസ്പോൺസസ് അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു രീതിയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അതിന് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഫോമിലേക്ക് ഒരു ആഡ് ഓൺ യൂസ് ചെയ്യാവുന്നതാണ്, നമ്മളൊരു അഡീഷണൽ ആപ്ലിക്കേഷൻ പോലെ. അപ്പോൾ അതെങ്ങനെയാണ് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റുക അല്ലെങ്കിൽ ആ ഒരു ആഡ് ഓൺ എങ്ങനെയാണ് ഈ ഒരു ഫോമിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം. ഡ്രൈവ് എന്ന ഓപ്ഷനിൽ നമുക്കിവിടെ ഈ 9 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സ്ക്രോൾ ചെയ്ത് താഴത്തേക്ക് വരുമ്പോൾ ഇവിടെ മോർ ഫ്രം G Suite മാർക്കറ്റ് പ്ലേസ് എന്നൊരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ഫോം ലിമിറ്റർ എന്നൊരു ആഡ് ഓൺ ആണ് ഇതിലേക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഫോം ലിമിറ്റർ എന്ന ആപ്ലിക്കേഷൻ ഇവിടെ സെർച്ച് ചെയ്യാം. ഫസ്റ്റ് റിസൾട്ട് തന്നെ ഇവിടെ ഫോം ലിമിറ്റർ എന്ന് കാണാം. ഞാനിവിടെ ഓൾറെഡി ഈ പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ അല്ലെങ്കിൽ ഈ ഒരു ആഡ് ഓൺ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് നമുക്കത് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം.
അത്തരത്തിൽ ആ ഒരു ആഡ് ഓൺ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഫോമിൻ്റെ ടോപ്പ് സൈഡിൽ ഇവിടെ ഫോം ആഡ് ഓൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഫോം ലിമിറ്റർ എന്നൊരു ഓപ്ഷൻ കാണാം. ആ ഫോം ലിമിറ്റർ എന്ന ആഡ് ഓൺ കാണാം. അതിൽ സെറ്റ് ലിമിറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇത്തരത്തിലൊരു വിൻഡോ ആയിരിക്കും പോപ്പപ്പ് ആയിട്ട് വരിക. അതിനുശേഷം നമുക്കിവിടെ ഏത് രീതിയിലാണ് ഈ ഫോമിനെ ലിമിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നമുക്കിവിടെ 3 തരത്തിലാണ് ഈ പറയുന്ന ഫോമിനെ ലിമിറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഡേറ്റും ടൈമും ഉപയോഗിച്ച്, നമ്പർ ഓഫ് റെസ്പോൺസസ് ഉപയോഗിച്ച്, അതുപോലെ തന്നെ നമ്മളിത് സേവ് ആവുന്ന സ്പ്രെഡ്ഷീറ്റിലെ സെൽ വാല്യൂ വെച്ചിട്ട്. അപ്പോൾ മെയിൻലി നമുക്കൊരു എക്സാം ആയതുകൊണ്ട് തന്നെ ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യാവുന്ന ഒരു ഫോം ലിമിറ്റ് ചെയ്യാവുന്നൊരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡേറ്റും ടൈമും വെച്ചിട്ട് ലിമിറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ സെലക്ട് ഡേറ്റ്, സെലക്ട് ടൈം എന്നൊരു ഓപ്ഷൻ കാണാം. ആവശ്യമുള്ള, അതായത് ഏത് ടൈമിലാണ്, ഏത് ഡേറ്റിലാണ് ഈ പറയുന്ന എക്സാം നമുക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഫോം ഇതുപോലുള്ള റെസ്പോൺസസ് അക്സെപ്റ്റ് ചെയ്യാണ്ടിരിക്കേണ്ടത് എന്നുള്ള രീതി നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ സേവ് ആൻഡ് എനേബിൾ എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്ത് അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് ആ ഒരു സമയത്തിന് ശേഷം ആര് ആ ഫോം സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ അവർക്കെല്ലാം ഇത്തരത്തിൽ ദിസ് ഫോം ഈസ് നോ ലോങ്ങർ അക്സെപ്റ്റിംഗ് റെസ്പോൺസസ് എന്നുള്ളൊരു മെസ്സേജ് ആയിരിക്കും കിട്ടുക. അത് നമുക്ക് വേറെ എന്ത് വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഡിഫോൾട്ടായിട്ട് ഇത്തരത്തിലൊരു രീതിയാണ് ഇതിൻ്റെ അകത്ത് കിടക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന ഫോമിലേക്ക് കൂടുതൽ റെസ്പോൺസസ് വരാതിരിക്കാൻ, അല്ലെങ്കിൽ കറക്റ്റ് ടൈമിൽ ആ ഒരു എക്സാം എൻഡ് ചെയ്യത്തക്ക രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് ഈ ഒരു വഴി ഫോളോ ചെയ്യുന്നതിലൂടെയാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോമിന് പ്രിവ്യൂ ചെയ്ത് നോക്കാനൊരു ഓപ്ഷനുണ്ട്. നമ്മൾ ഈ ലിങ്ക് ജനറേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഈ ഫോമിൽ എന്തെങ്കിലും തിരുത്തുകൾ വേണോ എന്നൊക്കെയുള്ളത് നമുക്ക് തീരുമാനിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഫോം പ്രിവ്യൂ ചെയ്ത് നോക്കാം. അതിനിവിടെ സെറ്റിങ്സിന് തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു ഐ ഐക്കൺ കാണാം. അത് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഫോമിൻ്റെ ഒരു പ്രിവ്യൂ ഇവിടെ കാണും. അതിനുശേഷം എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തിരുത്തിയതിന് ശേഷം മാത്രം ലിങ്ക് ജനറേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ തെറ്റുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലിങ്ക് ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. അത് ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഫോം സെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ സെൻഡ് എന്നൊരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്യുക. ദെൻ നമുക്കിവിടെ ഇമെയിൽ വഴി പറയുന്ന ഗൂഗിൾ ഫോം നമുക്ക് നമ്മുടെ പാർട്ടിസിപ്പൻസിലേക്ക് അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിലേക്ക് എത്തിക്കാവുന്നതാണ്. അതും അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ലിങ്ക് മാത്രമായിട്ട് നമുക്കിതിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. അതിനായിട്ട് നമുക്കിവിടെ ലിങ്ക് കാണും. അതിപ്പോൾ ഷോർട്ടൺ ചെയ്ത് ഈ ഒരു ഫോമിലേക്ക് നമുക്ക് മാറ്റാം. അത് കോപ്പി ചെയ്തതിന് ശേഷം വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് സ്റ്റുഡൻസിലേക്ക് എത്തിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ സ്മാർട്ട് ഫോണിലൂടെ എങ്ങനെ ഗൂഗിൾ ഫോം ആക്സസ് ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഗൂഗിൾ ഫോം നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് അത് ആക്സസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ വെബ് ബ്രൗസറിൽ forms.google.com എന്ന URL എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഗൂഗിൾ ഫോമിൻ്റെ ഇത്തരത്തിലൊരു സ്ക്രീനായിരിക്കും വിസിബിൾ ആവുക. ഇതിൽ നമുക്ക് ഇവിടെ PC-യിൽ കണ്ടപോലെ തന്നെയുള്ള ജനറൽ ആയിട്ടുള്ള കുറേ ഓപ്ഷൻസ് ഇവിടെ കാണാം. ലൈക്ക് നമ്മുടെ ഫോമിൻ്റെ പേര് എൻ്റർ ചെയ്യാനും, അതുപോലെ തന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ സെക്ഷൻ, അതുപോലെ തന്നെ സെക്ഷൻ ബ്രേക്ക് ചെയ്യാനും, അതുപോലുള്ള കുറേ ഓപ്ഷൻസ് ഇവിടെ താഴെയും കാണാം. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണോ, അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആണോ, അല്ലെങ്കിൽ ആ പറഞ്ഞ രീതിയിൽ ഫയൽ അപ്ലോഡ് ചെയ്യാനുള്ള രീതിയിലുള്ളതാണോ, ഷോർട്ട് ആൻസർ ആണോ, പാരഗ്രാഫ് ആണോ, അതുപോലുള്ള ബേസിക് ഓപ്ഷൻസ് എല്ലാം ഇതിലും അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ഈ ഫോം അക്സെപ്റ്റ് ചെയ്യുന്ന റെസ്പോൺസസ് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ റെസ്പോൺസസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ അക്സെപ്റ്റിംഗ് റെസ്പോൺസസ് എന്നുള്ള ഓപ്ഷൻ ഡിസേബിൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് ഈ ഫോമുകൾ മറ്റ് റെസ്പോൺസുകൾ അല്ലെങ്കിൽ സബ്മിഷൻസ് ഒന്നും എടുക്കുന്നതായിരിക്കില്ല. അപ്പോൾ ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്യാം. നമ്മൾ സിസ്റ്റത്തിൽ പറഞ്ഞ പോലെ തന്നെ ഫോം ലിമിറ്റർ എന്നൊരു ആഡ് ഓൺ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനി എങ്ങനെയാണെന്ന് നോക്കാം. ആഡ് ഓൺ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഇവിടെ 9 ഡോട്ട്സ് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ സ്ക്രോൾ ചെയ്ത് താഴത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഇവിടെ മോർ ഫ്രം G Suite മാർക്കറ്റ് പ്ലേസ് എന്നൊരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ നമ്മൾ സിസ്റ്റത്തിൽ ചെയ്ത പോലെ തന്നെ സെർച്ച് ചെയ്ത് നമുക്ക് ഫോം ലിമിറ്റർ എന്ന ആഡ് ഓൺ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ ഫോം ലിമിറ്റർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ PC-യിൽ ചെയ്ത പോലെ തന്നെയുള്ള ഓപ്ഷൻ നമുക്ക് അവിടെ അവൈലബിൾ ആവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതുപോലെ റെസ്പോൺസസ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും, PC-യിൽ പോലെ ഫോണിലും. അതുപോലെ തന്നെ ഫോം മറ്റുള്ളവരിലേക്ക് സെൻഡ് ചെയ്യാനായിട്ട് ഇവിടെ മേളിലിവിടെ കളർ പാലറ്റിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു ആരോ ഐക്കൺ കാണാം. അത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മുൻപ് നമ്മൾ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ PC-യിൽ ചെയ്തതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇതിൻ്റെ URL ഷോർട്ടൺ ചെയ്തിട്ട് അത് സെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യാം. അത് ഒക്കെ നേരത്തെ നമ്മൾ സിസ്റ്റത്തിൽ പറഞ്ഞ പോലെ തന്നെയുള്ള സെയിം കാര്യങ്ങൾ തന്നെയാണ്. വേറെ വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഗൂഗിൾ ഫോം എക്സാമിനായിട്ട് ഫോണിലും അതുപോലെ തന്നെ സിസ്റ്റത്തിലും യൂസ് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കാനായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ കീപ് ഷെയറിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്.